തൃശൂർ പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയ് മരിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ മുറിവേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചുണ്ടിലും മൂക്കിലും മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. ആദ്യ റിപ്പോർട്ടിലേക്ക്. മരണത്തിന് മുമ്പ് ജിഷ്ണുവിന്റെ ദേഹത്ത് പരിക്കുകൾ ഏറ്റിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. മുഖത്തും കഴുത്തിലും മൂക്കിന്റെ പാലത്തിനുമായി 4 മുറിവുകളാണ് കണ്ടെത്തിയത്. കീഴ്ചുണ്ടിലും മേൽചുണ്ടിലും പരിക്കേറ്റിരുന്നു. ജിഷ്ണുവിന്റേത് തൂങ്ങിമരണമാണെന്ന വ്യക്തത നൽകുന്ന റിപ്പോർട്ടാണ് പോലീസിന് സമർപ്പിച്ചത്. കഴുത്തിലെ മുറിവുകൾ കുരുക്കുമുറുകിയതിന്റേതാകാമെന്ന റിപ്പോർട്ടിൽ സൂചന നൽകുന്നു. കോപ്പിയടി ആരോപിച്ച ശകാരിച്ച ജിഷ്ണുവിനെ ഇടിമുറിയിൽ എത്തിച്ച് ഉപദ്രവിച്ചിരിക്കാമെന്ന സഹപാഠികൾ ആരോപിച്ചിരുന്നു. മുഖത്തും മൂക്കിലും കണ്ടെത്തിയ മുറിവുകൾ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ്. ബന്ധുക്കളുടെ പരാതി ശക്തമായതോടെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. മുറിവിന്റെ ആഴവും ഇവ ഉണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ചും പോസ്റ്റ്മോർട്ടം സർജൻമാരിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. ഇതിനുശേഷം ആരോപണ വിധേയനായ അധ്യാപകർ അടക്കമുള്ള കോളേജ് ജീവനക്കാരെ ചോദ്യം ചെയ്തേക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കണ്ണൂരിൽ ധർമ്മടത്തെ BJP പ്രവർത്തകന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് സംശയം ബലപ്പെടുന്നു. കൊലയ്ക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്ന് സൂചന. ഇത് സംബന്ധിച്ച് ധർമ്മടം പോലീസിൽ കേസ് നിലവിലുള്ളതായും റിപ്പോർട്ട്. ധർമ്മടം അണ്ടല്ലൂരിലെ BJP പ്രവർത്തകൻ സന്തോഷിന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളാണ് പുറത്തുവരുന്നത്. കുടുംബ പ്രശ്നവും വ്യക്തിവൈരാഗ്യവുമാണ് വധത്തിന് പിന്നിലെന്നാണ് സൂചന. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് സന്തോഷിനെതിരെ ഭാര്യ സഹോദരി ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. 2016 നവംബർ 25 നൽകിയ പരാതിയെ തുടർന്ന് 1224/2016 എന്ന ക്രൈം നമ്പറിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്ന് സന്തോഷിനെ ജാമ്യത്തിലിറക്കാൻ RSS BJP പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. CPIM പ്രവർത്തകനായ അരയാക്കണ്ടി സാലിയാണ് ജാമ്യത്തിലിറക്കിയത്. അന്നു മുതൽ സന്തോഷ് RSS നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. ഭാര്യയും മക്കളും വീട്ടിലില്ലാത്ത സമയത്താണ് അക്രമികൾ സന്തോഷിനെ കൊലപ്പെടുത്തിയത്. സന്തോഷ് വീട്ടിൽ തനിച്ചായിരുന്നുവെന്നറിയുന്നത് സമീപത്തെ BJP പ്രവർത്തകർക്ക് മാത്രമായിരുന്നു. അതോടൊപ്പം കൊലക്കേസ് അന്വേഷണത്തിനിടെ പോലീസ് നായ RSS പ്രവർത്തകന്റെ വീട്ടിലേക്ക് കയറിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും PV കുട്ടൻ. കണ്ണൂരിൽ ഹർത്താലിന്റെ പേരിൽ വ്യാപക BJP ആക്രമണം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് സമീപവും സംഘർഷത്തിന് BJP ശ്രമം നടത്തി. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ BJP പ്രവർത്തകന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് കലോത്സവ വേദിക്ക് അരികിലൂടെ കടത്തിവിട്ടു. ഹർത്താലിന്റെ മറവിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് RSS BJP നേതൃത്വം നടത്തിയത്. രാവിലെ പ്രധാന വേദിയായ നിലയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടാണ് അക്രമങ്ങൾക്ക് തുടക്കമിട്ടത്. മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ അക്രമം ആരംഭിച്ചു. പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രവർത്തകർ NGO യൂണിയൻ ഓഫീസ് എറിഞ്ഞു തകർത്തു. കർഷക സംഘം സംസ്ഥാന സമ്മേളന പ്രചാരണ ബോർഡുകളും തകർത്തു. പിന്നീട് കൊല്ലപ്പെട്ട BJP പ്രവർത്തകന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കലോത്സവ വേദി വഴി കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ ഈ ആവശ്യം പോലീസ് നിരാകരിച്ചതോടെ സ്ഥലത്ത് വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു. BJP പ്രവർത്തകരും പോലീസും ഇരുഭാഗത്തുമായി തമ്പടിച്ചു. മണിക്കൂറുകളോളം നഗരം ഭീതിയുടെ മുൾമുനയിലായിരുന്നു. ഒടുവിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങൾ കലോത്സവ വേദിക്ക് സമീപത്തുകൂടെ കടത്തിവിട്ടതിനെ തുടർന്നാണ് സംഘർഷത്തിന് അയവ് വന്നത്. കണ്ണൂരിൽ നിന്നും PV കുട്ടൻ. RSS ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന CPIM പ്രവർത്തകൻ മരിച്ചു. മലപ്പുറം ചെറുകാവ് പാറോളിലെ മുരളീധരനാണ് മരിച്ചത്. പുതുക്കോട് പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM നാളെ പ്രദേശത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 2015 നവംബർ 29 പുതുക്കോട്ടെ CPIM ഓഫീസിന് നേരെ RSSകാർ നടത്തിയ ആക്രമണത്തിലാണ് മുരളീധരന് ഗുരുതരമായി പരിക്കേറ്റത്. ഇരുമ്പ് തണ്ട് കൊണ്ടുള്ള അടിയേറ്റ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുരളീധരൻ അബോധാവസ്ഥയിലായിരുന്നു. വെല്ലൂർ മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ദീർഘകാലം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ലോറി ഡ്രൈവറായിരുന്ന മുരളീധരൻ ചെറുകാവ് ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് RSS ആക്രമണത്തിനിരയായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വാഴയൂർ ചെറുകാവ് പഞ്ചായത്തുകളിൽ നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് CPIM ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തൊടുപുഴയിൽ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിയേറ്റ് പരിക്കേറ്റ യുവാവ് മരിച്ചു. ഇടുക്കി തൊടുപുഴയിലാണ് സംഭവം. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ പോലീസിൽ പിടിയിലായി. ബിയർ കുപ്പി കൊണ്ട് അടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവാണ് മരണത്തിന് കീഴടങ്ങിയത്. വണ്ടമറ്റം സ്വദേശി അർജുനനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഗുരുതരമായി പരിക്കേറ്റ അർജുനനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ബിയർ കുപ്പി കൊണ്ട് തലക്കടിയേറ്റ് തലയ്ക്കുള്ളിൽ രക്തസ്രാവമുണ്ടായി അതിന്റെ ഗുരുതരമായ പരിക്കിനാൽ ആണ് മരണപ്പെട്ടിട്ടുള്ളത്. അത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിരോധ കാരണവും മറ്റ് കൂടുതൽ വിവരങ്ങളും അന്വേഷണ ഘട്ടത്തിലാണ്. സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ നിഗമനം ഇതാണ്.
വള്ളംചിറ ഭാഗത്തുള്ള ഒരു പെൺകുട്ടിയുമായി അർജുനുണ്ടായിരുന്ന അടുപ്പം ചോദ്യം ചെയ്ത പെൺകുട്ടിയുടെ ബന്ധുക്കളും സഹോദരനും ചേർന്ന് അർജുനനെ മർദ്ദിച്ചു. തുടർന്ന് പെൺകുട്ടിയുടെ സഹോദരൻ ബിയർ കുപ്പി കൊണ്ട് തലയ്ക്ക് പിന്നിൽ നിന്നും അടിച്ചു. അടിയുടെ ആഘാതത്തിൽ നിലത്ത് വീണ അർജുനൻ പിന്നീട് സ്വന്തം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങവേ അടുത്തുള്ള കവലയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടുകാരാണ് അർജുനനെ ആശുപത്രിയിൽ എത്തിച്ചത്. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംഭവവുമായി ബന്ധമുള്ള ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന സൂചനയാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. അർജുനന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആംബുലൻസിൽ കറങ്ങി നടന്ന മാല പൊട്ടിക്കുന്ന ഗുണ്ടാസംഘം പോലീസിന്റെ പിടിയിലായി. പിടിച്ചുപറിയും കൂലിത്തല്ലും കഞ്ചാവ് കടത്തും തൊഴിലായി സ്വീകരിച്ച 4 അംഗ സംഘത്തെയാണ് തിരുവനന്തപുരം റൂറൽ പോലീസിലെ ഷാഡോ സംഘം പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 4 അംഗ പിടിച്ചുപറി സംഘത്തെയാണ് തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ ഷാഡോ സംഘം പിടികൂടിയത്. നെടുമങ്ങാട് മൊട്ടുമൂട് ഹൈസ്കൂളിന് സമീപമുള്ള സ്റ്റംബർ അനീഷ്, പുലിപ്പാറ ലക്ഷം വീട് കോളനിയിൽ ശ്യാം, നെടുമങ്ങാട് പത്താംകല്ല് സ്വദേശി ശ്യാംകുമാർ, തിരുവനന്തപുരം കരിമടം കോളനി സ്വദേശിയായ സജിത്ത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കവർച്ച, കഞ്ചാവ് കടത്ത്, കൂലിത്തല്ല്, പിടിച്ചുപറി എന്നീ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള മറയായിട്ടാണ് ഇവർ ആംബുലൻസ് ഉപയോഗിച്ചിരുന്നത്. നിരവധി വധശ്രമ കേസുകളിലെ പ്രതികളാണ് പിടിയിലായതെന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി ബിജുമോൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ആംബുലൻസ് ഉപയോഗിച്ചോളൂ, രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗം. കാരണം ആംബുലൻസ് പോയാൽ പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. ബൈക്ക് മോഷണം നടത്തിയിട്ട് പോയിടുക, ആംബുലൻസ് പെട്ടെന്ന് ഇവൻ പറയുന്ന സ്ഥലത്തെത്തും, പിന്നെ ആംബുലൻസെ കയറി തിരിച്ചു പോരുകയും ആംബുലൻസ് രക്ഷപ്പെടുന്ന ഒരു സംവിധാനമാണ്. ആംബുലൻസിനുള്ളിലിരുന്ന് മദ്യപിച്ച് നാട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെയും ഇവർ ആക്രമണത്തിന് മുതിർന്നു. ബലപ്രയോഗത്തിലൂടെയാണ് ഇവരെ പോലീസ് കീഴടക്കിയത്. പ്രദേശവാസികൾ ആരും തന്നെ ഇവർക്കെതിരെ പരാതിപ്പെടാൻ രംഗത്തെത്താറില്ലായിരുന്നു. നെടുമങ്ങാട്, വിതുര, പാലോട്, ആര്യനാട് പ്രദേശത്ത് കവർച്ചയും മോഷണവും കൂലിത്തല്ലും നടത്തിയിരുന്ന ക്രിമിനൽ സംഘത്തെ പിടിക്കാൻ കഴിഞ്ഞത് നെടുമങ്ങാട് പോലീസിനും നേട്ടമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫേസ്ബുക്കിൽ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരെ നടി കാവ്യ മാധവൻ പോലീസിൽ പരാതി നൽകി. ഓൺലൈൻ പോർട്ടലുകൾ തന്നെ അധിക്ഷേപിച്ചതായി പരാതിയിൽ പറയുന്നു. അപകീർത്തിപ്പെടുത്തുന്ന ഓൺലൈൻ പോർട്ടലുകളുടെ പേര് സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. തന്റെ ഇ-കൊമേഴ്സ് സംരംഭത്തെ അധിക്ഷേപിക്കുന്നുവെന്നും കാവ്യ എറണാകുളം റേഞ്ച് ഐജിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. ദിലീപ് കാവ്യ വിവാഹത്തിന് ശേഷം ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ അപകീർത്തികരവും അശ്ലീല ചുവയുള്ളതുമായ പോസ്റ്റുകൾക്കും ട്രോളുകൾക്കുമെതിരെയാണ് കാവ്യ പരാതി നൽകിയിരിക്കുന്നത്. വിവാഹവുമായി ബന്ധം പോലുമില്ലാത്ത പോസ്റ്റുകൾക്ക് താഴെയും അസഭ്യ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരെയും കാവ്യയെയും താരതമ്യം ചെയ്യുന്ന പോസ്റ്റുകളടക്കം മാനഹാനി ഉണ്ടാക്കിയതായും കാവ്യ എറണാകുളം റേഞ്ച് ഐജിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. കാവ്യയുടെ ഓൺലൈൻ വ്യാപാര സൈറ്റായ ലക്ഷ്യക്കെതിരെയും അപകീർത്തികരമായ ട്രോളുകൾ പ്രചരിച്ചിരുന്നു. ലക്ഷ്യയുടെ ഫേസ്ബുക്ക് പേജിലും നിരവധി അശ്ലീല കമന്റുകൾ വന്നിരുന്നു. ഇത്തരത്തിൽ കമന്റുകൾ ഇട്ടവർക്കെതിരെയും തനിക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ചില ഓൺലൈൻ പോർട്ടലുകൾക്കെതിരെയും നടപടിയെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നാക്രമണമായി സംഭവത്തെ കാണണമെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വ്യാജ വിവാഹ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെയും വ്യാജ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയവർക്കെതിരെയും കാവ്യ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. കാവ്യയുടെ പരാതിയെ തുടർന്ന് വനിതാ CI കാവ്യയിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചതായി സൂചനയുണ്ട്. പരാതിയിൽ ശക്തമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പണം തട്ടിപ്പ് കേസിൽ പ്രതിയായ യുവതിക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത തിരുവനന്തപുരം സ്വദേശിനിയെ പോലീസ് പിടികൂടുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനായി പോലീസ് അറസ്റ്റ് താമസിപ്പിക്കുകയാണെന്നും പരാതിക്കാരൻ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ജിതിൻ ചന്ദ്രൻ നൽകുന്ന റിപ്പോർട്ട്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ സൂര്യ ഗോൾഡ് എക്സ്ചേഞ്ച് ഉടമയായ രാജൻ കഴിഞ്ഞ നവംബർ 2-നാണ് തട്ടിപ്പിനിരയായത്. ഫെഡറൽ ബാങ്ക് പട്ടം ശാഖയിൽ പണയത്തിലുള്ള സ്വർണം തിരികെയെടുത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്ത് കിളിമാനൂർ സ്വദേശിനി ഷിജി 14,70,000 രൂപയാണ് തട്ടിയെടുത്തത്. ഇത് ബാങ്കിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. സ്വർണം തിരിച്ചെടുക്കാനെന്ന് പറഞ്ഞ് രാജിൽ നിന്നും കൈപ്പറ്റിയ പണം മറ്റു 2 അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച ശേഷം ഷിജിയും കൂടെയുണ്ടായിരുന്ന യുവാവും ബാങ്കിൽ നിന്നും മുങ്ങുകയായിരുന്നു. പൈസ അടച്ചാൽ മതി, ഉരുപ്പടി എടുത്ത് തരാമെന്ന് പറഞ്ഞു. ക്യാഷ് കൊടുത്ത് കൗണ്ടറിൽ അടച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പണയം ഉരുപ്പടി ചോദിച്ചപ്പോഴത്തേക്ക് സ്ത്രീ ഇറങ്ങി ഓടുകയും. രാജന്റെ പരാതിയിൽ പേരൂർക്കട പോലീസ് FIR ഇട്ടെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടിയിട്ടില്ല. പ്രതിക്ക് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിക്കാനായി അറസ്റ്റ് താമസിപ്പിക്കുകയാണെന്ന് രാജൻ പറയുന്നു. അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 15-20 ദിവസമായിട്ട് അവർ അതിനുവേണ്ടി ഒരു ശ്രമിക്കുന്നില്ല. അവർ ഭയങ്കര ഉഴപ്പ്, അവർ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, സ്ഥലത്തില്ല, അറസ്റ്റ് ചെയ്യാൻ കൂടെ വരാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. തെളിവുണ്ടായിട്ടും പോലീസ് പ്രതിയെ പിടികൂടാത്തതിനെതിരെ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് രാജൻ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കോഴിക്കോട് ഫറൂഖ് കോളേജിൽ വിദ്യാർത്ഥി റാഗിങ്ങിനിരയായതായി പരാതി. 1ാം വർഷ വിദ്യാർത്ഥി അംജുദിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. റിപ്പോർട്ടിലേക്ക്. കോളേജിലെ ആർട്സ് ഡേക്കിടയിലാണ് 1ാം വർഷ വിദ്യാർത്ഥിയായ അംജദിന് മർദ്ദനമേറ്റത്. കോളേജിൽ ഷൂ ധരിച്ചെത്തിയതിന്റെ പേരിൽ 2ാം വർഷ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അംജദ് പറഞ്ഞു. ഷൂ ഇട്ടതിന്റെ പേരിലാണ്. ഷൂ ഇടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാല് വേർക്കണ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് ഷൂ ഇടാതെ വരാൻ കഴിയൂല, നാളെ ഇടൂ എന്നുള്ള ഇതിൽ തന്നെ സംസാരിച്ച്. അങ്ങനെ ഇന്ന് ആർട്സ് ഡേ ആയതുകൊണ്ട് അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഗ്യാങ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിന്നായിരുന്നു സംഭവം നടന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി മേലെ കയറി മൂക്കൊന്നായി പൊട്ടി. ഇപ്പോൾ ഒന്ന് വലിയ ക്ലീൻ ചെയ്ത് തന്നതാണ്. മർദ്ദനത്തിൽ മുഖത്ത് പരിക്കേറ്റ അംജദിനെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് അംജദ്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഫറോക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2ാം മാറാട് കലാപ കേസിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. മുസ്ലിം ലീഗ് നേതാവ് മായിൻ ഹാജി അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. NDF നേതാക്കളും മഹല്ല് കമ്മിറ്റി അംഗങ്ങളും തീവ്രവാദ സംഘടനാ നേതാക്കളും പ്രതികളാണ്. FIR CBI എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് മാറാട് കേസ് CBI ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത FIR-ൽ മുസ്ലിം ലീഗ് നേതാവ് മായിൻ ഹാജി, PP മൊയ്തീൻ കോയ, 4 മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, NDF നേതാക്കൾ, തീവ്രവാദ സംഘടനാ നേതാക്കൾ എന്നിവർ പ്രതികളാണ്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള 3 കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. CBI തയ്യാറാക്കിയ FIR എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ചു. 2003 മെയ് 2-ന് മാറാട് കടപ്പുറത്ത് നടന്ന കലാപത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് തോമസ് P. ജോസഫ് കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കലാപത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുവെന്നും വിവിധ വശങ്ങൾ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കലാപത്തിന് പിന്നിലെ തീവ്രവാദ ബന്ധം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊളക്കാടൻ മൂസ ഹാജി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഹർജിയിൽ വിശദവാദം കേട്ട ശേഷം ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജല്ലിക്കെട്ടിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് കോടതി അലക്ഷ്യമാകുമെന്ന് പ്രധാനമന്ത്രി. ജല്ലിക്കെട്ടിന് അനുമതി ആവശ്യപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പനീർ ശെൽവത്തെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ജല്ലിക്കെട്ട് പ്രക്ഷോഭം വിദ്യാർത്ഥി സംഘടനകൾ ദില്ലിയിലേക്കും വ്യാപിപ്പിച്ചു. ജല്ലിക്കെട്ട് നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ് ജനത തെരുവിൽ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് മുഖ്യമന്ത്രി പനീർ സെൽവം ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ടത്. തമിഴ് ജനതയുടെ ആചാരത്തിന്റെ ഭാഗമാണ് ജല്ലിക്കെട്ടെന്നും ജല്ലിക്കെട്ട് നടത്താൻ ഓർഡിനൻസ് ഇറക്കണമെന്നും പനീർ സെൽവം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഓർഡിനൻസ് ഇറക്കിയില്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്ഥിതി സ്ഫോടകാത്മക സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഓർഡിനൻസ് ഇറക്കുന്ന കാര്യത്തിൽ ഉറപ്പു നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ല. ജല്ലിക്കെട്ടിന്റെ സാംസ്കാരിക പ്രാധാന്യം സർക്കാർ പരിഗണിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ സർക്കാർ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഇപ്പോൾ ഓർഡിനൻസ് ഇറക്കി കോടതി ലക്ഷ്യത്തിന് തയ്യാറാകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിലെ വൻ വിദ്യാർത്ഥി പ്രക്ഷോഭം ദില്ലിയിലേക്കും വ്യാപിച്ചു. ജല്ലിക്കെട്ടിന് അനുമതി ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. രാവിലെ തൊട്ട് ഇത്ര ഒരാളും ഒന്നും കഴിച്ചില്ല, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഇതേപോലെ തമിഴ്നാട്ടിൽ 3 ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുക. ഇതിന് വളരെ തീരുമാനിക്കണം, പെട്ടെന്ന് ഇന്ന് വളരെ തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. അതേസമയം ജല്ലിക്കെട്ടിന് പിന്തുണ പ്രഖ്യാപിച്ച് തമിഴ് നടൻ വിശാലും രംഗത്തെത്തി. സുപ്രീം കോർട്ടിൽ there is a ban on ஜல்லிக்கட்டு. பட் அதை தாண்டி ஒரு ஆர்டினன்ஸ் பாஸ் பண்ணி இந்த ஜல்லிக்கட்டுன்ற ஒரு விஷயத்தை கூடிய சீக்கிரம் முறையாக அது நடத்துறதுக்கான ஒரு മുയற்சி பண்ணலான்றது ഒരു വിഷയം ഇருக்கு. ഇതിനിടയിൽ ജല്ലിക്കെട്ട് സമരവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാനാകില്ലെന്നും മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതി അറിയിച്ചു. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ തന്നെ പ്രതിഷേധം ശക്തമാകുമ്പോഴും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനാകാത്തത് വരും ദിനങ്ങളിലും കാര്യങ്ങൾ സങ്കീർണമാക്കുമെന്ന് ഉറപ്പാണ്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ സ്കൂൾ ബസ്സിൽ ട്രക്ക് ഇടിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 25 കവിഞ്ഞു. ഇറ്റാ ജില്ലയിലാണ് സംഭവം. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ഇന്ന് പുലർച്ചെയായിരുന്നു ദുരന്തം. ഉത്തർപ്രദേശിലെ ഇറ്റാ ജില്ലയിലാണ് ദാരുണ സംഭവം. സ്കൂൾ ബസ്സിൽ അമിത വേഗതയിലെത്തിയ ട്രക്കിടിച്ച് 25ലേറെ കുട്ടികൾ മരണമടയുകയായിരുന്നു. നിരവധി കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് അപകടം. 7-നും 10-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത്. മേഖലയിലെ JS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബസ് പൂർണ്ണമായും തകർന്നു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ബസ് പൊളിച്ചാണ് കുട്ടികളെ പുറത്തെടുത്തത്. ഐഡന്റിറ്റി കാർഡ് വഴിയാണ് അപകടത്തിൽപ്പെട്ട കുട്ടികളിൽ പലരെയും തിരിച്ചറിഞ്ഞത്. ട്രക്കിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണം. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി.
അപകടത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ താനും പങ്കുകൊള്ളുന്നുവെന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് ആദ്യമായി വായ്പാ തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയ പഞ്ചനക്ഷത്ര ഹോട്ടൽ ജപ്തി ചെയ്തു. തേക്കടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ എലിഫന്റ് കോട്ടാണ് സർഫാസി ആക്ട് പ്രകാരം ഫെഡറൽ ബാങ്ക് ജപ്തി ചെയ്തത്. രാജ്യത്തെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ വിജയ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള തേക്കടിയിലെ എലിഫന്റ് കോട്ട് റിസോർട്ടാണ് ജപ്തി ചെയ്തത്. 2005 എലിഫന്റ് കോർട്ടിന്റെ പേരിൽ 17 കോടി രൂപയും 2011 മറ്റൊരു സ്ഥാപനമായ പെപ്പർ വൈനിന്റെ പേരിൽ 7.5 കോടി രൂപയും ഉടമകൾ ഫെഡറൽ ബാങ്കിന്റെ വൈറ്റില ശാഖയിൽ നിന്നും വായ്പയെടുത്തിരുന്നു. നിലവിൽ പലിശ ഉൾപ്പെടെ 2 സ്ഥാപനങ്ങളും 36.75 കോടി രൂപ ഫെഡറൽ ബാങ്കിന് നൽകാനുണ്ട്. 2013 ഈ വായ്പ നിഷ്ക്രിയ വായ്പയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും തിരിച്ചടവ് മുടങ്ങിയതോടെ കഴിഞ്ഞ ഡിസംബർ 28-ന് 2 സ്ഥാപനങ്ങളും ബാങ്ക് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻ പ്രകാരം നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് 2013 ബാങ്ക് ഡിക്ലെയർ ചെയ്യുകയാണ്. അതിനുശേഷം ഈ 2013 ശേഷം ഈ അക്കൗണ്ടുകളിൽ യാതൊരു പൈസ അടക്കാതെ ഇപ്പോൾ ഈ എലഫന്റ് കോട്ട് എന്ന് പറയുന്ന ലോൺ അക്കൗണ്ടിൽ മൊത്തം 25 കോടി രൂപയും മറ്റേ പെപ്പർ വൈൻസ് എന്ന് പറയുന്ന ഹോട്ടലിൽ ബാങ്കിന് 11.25 കോടി രൂപയും ഇപ്പോൾ കിട്ടാനുണ്ട്. 2013 ശേഷം 10 പൈസ അടച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ബാങ്കിന് ഇപ്രകാരം ലോൺ എടുത്ത് പൈസ ഒന്നും അടക്കാതെ വരുത്തുകയും ഇതിൽ നിന്ന് കിട്ടുന്ന കംപ്ലീറ്റ് ലാഭവും മറ്റ് വരുമാനങ്ങളും മറ്റ് ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലൂടെ ഇവർ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൊടുപുഴ CJM കോടതിയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് കമ്മീഷണർ പ്രിൻസ് ജെ പാണലാൽ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ R ഹരികൃഷ്ണ പിഷാരടി, അസിസ്റ്റന്റ് ജനറൽ മാനേജർ TA മുഹമ്മദ് സാഗിർ എന്നിവരാണ് ജപ്തി നടപടികൾക്ക് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്തെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലൊന്നാണ് എലിഫന്റ് കോർട്ട്. അതേസമയം പെപ്പർ വൈൻ റിസോർട്ടിന്റെ കുടിശ്ശികയായ 2.5 കോടി രൂപ അടയ്ക്കുന്നതിന് ജനുവരി 31 വരെ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. വായ്പാ കുടിശ്ശിക വരുത്തി അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ ജപ്തി ചെയ്തിട്ടുണ്ടെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ ജപ്തി ചെയ്ത നടപടി ധനകാര്യ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വായ്പ തിരിച്ചടയ്ക്കാതെ വിദേശത്തേക്ക് മുങ്ങിയ മദ്യവ്യവസായി വിജയ് മല്യയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽ ബാങ്കുകൾക്ക് അനുമതി നൽകി. വിജയ് മല്യയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട SBIയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകളുടെ കൺസോർഷ്യമാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. വായ്പ തിരിച്ചടയ്ക്കാതെ വിദേശത്തേക്ക് മുങ്ങിയ മദ്യവ്യവസായി വിജയ് മല്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽ ബാങ്കുകൾക്ക് അനുമതി നൽകിയത്. വിജയ് മല്യയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് SBIയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകളുടെ കൺസോർഷ്യമാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. വിവിധ ബാങ്കുകളിൽ നിന്നായി 9,000 കോടി രൂപയാണ് മല്യ വായ്പയായി എടുത്തിരുന്നത്. 3 വർഷമായി നിലനിന്ന നിയമ പോരാട്ടമാണ് ഇതോടെ അന്ത്യമാകുന്നത്. വിവിധ ബാങ്കുകളിൽ നിന്നായി 9,000 കോടി രൂപ കുടിശ്ശിക വരുത്തിയ ശേഷം ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയ മല്യ നിലവിൽ ലണ്ടനിൽ കഴിയുകയാണ്. മല്യക്കെതിരായ വിവിധ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. നിരവധി തവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാത്ത മല്യയുടെ പാസ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയം റദ്ദാക്കിയിരുന്നു. മല്യയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കിങ്ഫിഷർ വിമാന കമ്പനി രാജ്യത്തെ വിവിധ എയർപോർട്ട് മാനേജ്മെന്റുകൾക്ക് നൽകിയ വണ്ടി ചെക്കുകൾ മടങ്ങിയ കേസിൽ ഡൽഹി കോടതി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. അഭയ കേസിൽ പ്രതികളായ 3 പേരും കോടതിയിൽ ഹാജരായി. ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുതുക്കയിൽ, സിസ്റ്റർ സ്റ്റെഫി എന്നിവരാണ് ഹാജരായത്. വിചാരണ തുടങ്ങി ഇതുവരെയും പ്രതികൾ കോടതിയിൽ ഹാജരായില്ല എന്ന് കോടതി നേരത്തെ വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതികൾ തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ ഹാജരായത്. അതേസമയം കേസ് പരിഗണിക്കുന്നത് കോടതി മാർച്ച് 14 മാറ്റിവെച്ചു. സംസ്ഥാനം നേരിടാൻ പോകുന്ന കടുത്ത വരൾച്ചയുടെ മുന്നറിയിപ്പുമായി വനമേഖലയിൽ കാട്ടുതീ പടരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ജനുവരിയിൽ തണുത്ത രാവുകളിലും കാട്ടുതീ പടരുന്നത് കർഷകരിലും ആശങ്ക പടർത്തുകയാണ്. കേരളം നേരിടാൻ പോകുന്ന കടുത്ത വരൾച്ചയുടെ മുന്നറിയിപ്പുമായാണ് മലയോര മേഖലയിലെ വനപ്രദേശങ്ങളിൽ കാട്ടുതീ പടരുന്നത്. വനത്തിനുള്ളിലെ ജലസ്രോതസ്സുകൾ വറ്റിയതും ചൂടുകൂടിയതുമാണ് മുൻപൊന്നുമില്ലാത്ത വിധം കാട്ടുതീ പടരാൻ കാരണമായിരിക്കുന്നത്. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാട്ടുതീ പടരാറുണ്ടെങ്കിലും അന്തരീക്ഷ ഊഷ്മാവിലെ മാറ്റങ്ങൾ മൂലം ജനുവരിയിലെ തണുത്ത രാവിനെ മറികടന്നാണ് ഇപ്പോൾ കാട്ടുതീ പടരുന്നത്. വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനയായാണ് ആഗോളതാപനം സംബന്ധിച്ച് പഠനം നടത്തുന്ന വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം കാട്ടുതീ മൂലം മറയൂർ ചന്ദനക്കാടിലെ ജൈവസമ്പത്ത് എത്ര നഷ്ടമായെന്ന് ഇന്നും കണക്കില്ല. ഇത്തവണ കാട്ടുതീ നേരത്തെ എത്തിയത് ഭയത്തോടെയാണ് നാട്ടുകാർ കാണുന്നത്. മറയൂരിൽ വേനൽ തുടങ്ങുന്നേ ഉള്ളൂ. അതിനു മുമ്പേ മറയൂരിൽ കാട്
തീ പിടിക്കാൻ തുടങ്ങി. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി മറയൂരിൽ കഴിഞ്ഞ വർഷം പോലെ കാട് കത്തി നശിക്കാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ എത്തിയ കാട്ടുതീ ശീതകാല പച്ചക്കറിയുടെ കലവറയായ കാന്തല്ലൂർ വട്ടവട പ്രദേശത്തെ കൃഷിയെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. നിലവിൽ കൃഷി ചെയ്യാൻ ജലലഭ്യത കുറവ് നേരിടുമ്പോഴാണ് കാട്ടുതീയും മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. RSSൽ തെറ്റായ പ്രവണതകൾ വളർന്നു വരുന്നുവെന്ന് മുൻ സംസ്ഥാന നേതാവ്. മതവിശ്വാസത്തിന്റെ പേരിൽ വിവേകം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് RSS എന്നും മുൻ ബൗദ്ധിക് പ്രമുഖ് TR സോമശേഖരൻ പറഞ്ഞു. സംഘം ആൾദൈവങ്ങളുടെ പിടിയിൽ അമരുകയാണെന്നും ഇത് സംഘടനയുടെ സമ്പൂർണ്ണ നാശത്തിനിടയാക്കുമെന്നും അദ്ദേഹം കൈരളി പീപ്പിളിനോട് വ്യക്തമാക്കി. റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുകയാണ്. നമസ്കാരം. സംസ്ഥാന തലത്തിൽ RSSന്റെ പ്രധാനപ്പെട്ട സംഘടനാ ചുമതല വഹിച്ചിരുന്ന TR സോമശേഖരനാണ് സംഘത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ RSSന് വിവേകം നഷ്ടമാകുകയാണെന്ന് സംഘത്തിന്റെ മുൻ ബൗദ്ധിക് പ്രമുഖ് TR സോമശേഖരൻ പറഞ്ഞു. ഇത് സംഘടനയുടെയും രാഷ്ട്രത്തിന്റെയും നാശത്തിന് കാരണമാകുമെന്നും ഭാരതീയ വിചാര കേന്ദ്രം മുൻ സംഘടനാ സെക്രട്ടറി കൂടിയായ TR സോമശേഖരൻ പറഞ്ഞു. വളരെ വിനാശകരമായ ഒരു പ്രവണത ഭാരതത്തിൽ മുഴുവൻ പടർന്നു വരുന്നുണ്ട്. അതിനും വിശേഷം ഇപ്പോൾ ഈ ഭാരതത്തിലും മുസ്ലിം നാടുകളിലും ആഫ്രിക്കയുടെ ചെറിയൊരു പ്രദേശം, ഈ സബ്സഹാറ ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മതം ഇല്ലാണ്ടായിക്കൊണ്ടുവരാണ്, വിശ്വാസമേ ഇല്ലാണ്ടായിക്കൊണ്ടുവരാണ്. അതിൻ്റെ ഒരു കാരണം ഔപചാരിക വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കൊണ്ട് വന്ന ഒരു സ്വാതന്ത്ര്യ മനസ്സില്ല, അതുകൊണ്ട് ശാസ്ത്രബോധം, അതുപോലൊരു വിശ്വാവബോധം, ലോകത്തെക്കുറിച്ച് തന്നെ ഒരു ധാരണയുണ്ടായി വരാം. ഇങ്ങനെ ഒരു വലിയ പരിവർത്തനം ലോകത്തിൽ മുഴുവൻ വരുന്നുണ്ട്. ഇതിൽ ഈ മുസ്ലിം നാടുകളിലൊപ്പം തന്നെ ഈ മതപരമായിട്ടുള്ള അഭിനിവേശത്തിലേക്ക് ഭാരതം പോകുക എന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ നാശത്തിൻ്റെ ലക്ഷണമാണ്. ഭാരതം എന്ന രാഷ്ട്രത്തിന് ലോകത്തിൽ പ്രസക്തിയില്ല. അത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ മതത്തിൽ താല്പര്യം ഉണ്ടായത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും സംഘത്തിൻ്റെ സ്വയംസേവകർക്ക് സാധിക്കില്ല. ഇപ്പോൾ പല പ്രശ്നങ്ങളിലും അങ്ങനെ കാണാൻ സാധിക്കും. മതത്തിലുള്ള താല്പര്യം പ്രകടമായിട്ട് വരാം. അപ്പോൾ ആ സമയത്ത് എന്ത് വരുന്നു? വിവേകം നശിച്ചു പോകും. ഈ മതത്തിനെ താങ്ങുന്നത് കൊണ്ട് രാഷ്ട്രത്തിന് ഹാനി വരുമോ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ പല വ്യക്തികളിലും കാണുന്നുണ്ട്. അത് ഒരു ചീത്ത ലക്ഷണമാണ്. RSSൽ ആൾ ദൈവങ്ങൾക്ക് സ്വാധീനം വർദ്ധിക്കുകയാണ്. മനോരോഗികളായ ഇത്തരക്കാരെ ചികിത്സിക്കുകയാണ് വേണ്ടതെന്നും സോമശേഖരൻ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വ്യക്തികളിൽ കൂടിയാണല്ലോ ആളുകൾ സംഘടന മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ ആരാധകന്മാരായിട്ടുള്ള കുറച്ച് പേരെ കണ്ടാൽ അവരുൾപ്പെടുന്ന സംഘടനയ്ക്ക് ദുഷ്പര. ഇതൊക്കെ പ്രാദേശിക തലത്തിൽ സംഘടനയുടെ നേതാക്കന്മാർ നോക്കേണ്ട വിഷയമാണത്. അവർ പറഞ്ഞ് ബോധപ്പെടുത്തണം, ഇത് സംഘത്തിൻ്റെ പ്രതിച്ഛായയ്ക്കും പങ്ങല തട്ടിക്കുന്നതാണ് നിങ്ങളുടെ രീതി, ഇത് ശരിയല്ല. സംഘം ആൾ ദൈവങ്ങളുടെ പിടിയിലമരുന്നത് സംഘടനയുടെ സമ്പൂർണ്ണ നാശത്തിന് കാരണമാകുമെന്നും മതത്തിന്റെ പേരിൽ വിവേകം നഷ്ടപ്പെടുന്നത് ചീത്ത ലക്ഷണമാണെന്നും TR സോമശേഖരൻ പ്രതികരിച്ചു. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്.